അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പരീക്ഷ വളരെ അടുത്തു അല്ലേ? അപ്പോൾ നമുക്ക് അഖീദ പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. ഇത് 2021 ഇതുപോലെ ഒരു വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യപേപ്പറാണ്. ഇതിൽ പല ചോദ്യങ്ങളും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ഈ ചോദ്യങ്ങൾ നിർബന്ധമായും പഠിച്ചു പോവുക. ഇൻഷാ അല്ലാഹ് നമുക്കിത് പഠിക്കാം. ഞാൻ ആദ്യം പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ ചോദ്യപേപ്പർ വായിച്ച് നൽകുക അതുപോലെ ആദ്യം ഒന്ന് വായിച്ചു തരും. ആ സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തുക. പിന്നീട് ഞാൻ അതിൻ്റെ ഉത്തരം പറയും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ ഇത് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയ ഉത്തരവുമായിട്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? എല്ലാം പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ആദ്യത്തെ ചോദ്യം വായിക്കുകയാണ്. ചോദ്യം വായിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉത്തരം പറയും. ആദ്യത്തെ ചോദ്യം 5 ചോദ്യങ്ങളാട്ടോ. 1 ചോദ്യം 1 വ്യക്തമാക്കാം. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ. ഉത്തരം കണ്ടുപിടിക്കുക. ഉത്തരം ഞാൻ ലാസ്റ്റ് പറയും. അപ്പം നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം തന്നെയാണോ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വിലയിരുത്തുക. പുസ്തകം നോക്കരുത്. 2 വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം. എത്ര മുർസലുകളുടെ പേരാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. അടുത്തത് 3-ാമത്തെ ചോദ്യമാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് എന്ന ചോദ്യം. ഇപ്പോൾ നിങ്ങൾ കിതാബൊന്നും നോക്കരുത്. ഉത്തരം ഞാൻ പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? ഉത്തരം ഒരു വെള്ള പേപ്പർ എടുത്ത് എഴുതുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക ചെയ്യുക. ലാസ്റ്റ് ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടുപിടിച്ച ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് എത്ര ഉത്തരം ശരിയായി എന്ന് നോക്കുക. 3-ാമത്തെ ചോദ്യം. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ. 4 നബിമാർ. നബിമാർ ആരാണ് എന്ന ചോദ്യം വ്യക്തമാക്കണം. 5 തിന്മയുടെ പ്രതിഫലം. തിന്മ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾ, കള്ളുകുടിക്കലൊക്കെ തിന്മയാണ്. അപ്പോൾ അതിനുള്ള പ്രതിഫലം, അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്ത്? ഓക്കെ, എല്ലാവർക്കും 5 ചോദ്യങ്ങളുടെയും ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഉത്തരം പറയുകയാണ്. നിങ്ങൾ കണ്ടുപിടിച്ച ഉത്തരം ശരിയാണെന്ന് നോക്കാം കേട്ടോ. ചോദ്യം 1. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ ഈത്തപ്പഴം. ഈത്തപ്പഴം ആകുന്നു ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ. 2-ാമത്തെ ചോദ്യം. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം 25. 25 മുർസലുകളുടെ പേരാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ചോദ്യം 3. സൃഷ്ടികളിൽ
ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് എന്ന് ചോദ്യം. ഉത്തരം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 നബിമാർ ആരാണ് എന്ന് ചോദ്യം. നാലാമത്തത്. അതിൻ്റെ ഉത്തരം വഹ്യ് എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. 5-ാമത്തെ ചോദ്യം. തിന്മയുടെ പ്രതിഫലം എന്താകുന്നു? അതെ, ഭയാനകരമായ നരകമാണ് തിന്മയുടെ പ്രതിഫലം. ഇനി നമുക്ക് 2-ാമത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. 1-ാമത്തെ ചോദ്യത്തിൻ്റെ എല്ലാ ഉത്തരവും ഞാൻ പറഞ്ഞ ഉത്തരം തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. ഇനി 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. യോജിപ്പിച്ചവ ചേർക്കാം. 1-ാമത്തെ നരകത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര്. അത് അപ്പുറത്ത് ആ കള്ളിയിലുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത് അവിടെ ആ മലക്കിൻ്റെ പേര് എഴുതി കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങളൊരു പേപ്പറിൽ എഴുതിയാലും മതി. 2 മയ്യിത്തിനെ ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തും. മയ്യിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മരിച്ച് കഴിഞ്ഞിട്ടുള്ള ജീവനില്ലാത്ത ആളുടെ ശരീരം അത് ഖബറിലെത്തി കഴിഞ്ഞാൽ അതിനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ആര്? മുൻകർ നക്കീർ അലൈഹിസ്സലാം. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടുപിടിച്ചതും അത് തന്നെയാണെന്ന് തോന്നുന്നു. ഏതായാലും ഇനി ഞാൻ ഉത്തരം പറയില്ല. ഇനി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. 3-ാമത്തത് തൗറാത്തിൻ്റെ ഭാഷ. തൗറാത്ത് എന്ന കിതാബിൻ്റെ ഭാഷ. 4 സബൂറിൻ്റെ ഭാഷ. സബൂർ ഏത് നബിൻ്റെ കിതാബാണ്? ദാവൂദ് നബിൻ്റെ കിതാബാണല്ലേ. അതിൻ്റെ ഭാഷയാണ് ചോദിച്ചത് കേട്ടോ. അതേതാ? 5 ഇഞ്ചീലിൻ്റെ ഭാഷ. ഇഞ്ചീൽ ഏത് നബിൻ്റെ കിതാബാണ്? ഈസാ നബിൻ്റെ കിതാബാണല്ലേ. പക്ഷെ അതല്ല ചോദിച്ചത് അതിൻ്റെ ഭാഷ. പേടിക്കണ്ട, അപ്പുറത്തെ കൂളത്തിലുണ്ട് കേട്ടോ. അവിടെ നോക്കിയിട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതിയാൽ മതി. 6 വിശ്വസിച്ചവനാണ് ഡാഷ്. അതിലുണ്ട്. അതിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതാം. 7 അല്ലാഹു ഇറക്കിയ ഏടുകൾ എത്രയാണ്? എത്ര ഏടുകളാണ് അല്ലാഹു ഇറക്കിയത് എന്ന്. 8 ഈമാൻ കാര്യങ്ങൾ എത്ര എന്ന്. എല്ലാവർക്കും ഉത്തരങ്ങൾ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. ഏതായാലും ഞാൻ ഉത്തരങ്ങളൊന്ന് പറയാം. ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരിശോധിക്കട്ടോ. ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്. 1-ാമത്തത് നരകത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര് മാലിക് അലൈഹിസ്സലാം. എന്താണ്? മാലിക് അലൈഹിസ്സലാം. 2 മയ്യിത്തിനെ ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തും. ആര്?
മുൻകർ, നക്കീർ അലൈഹിസ്സലാം. 3 തൗറാത്തിൻ്റെ ഭാഷ. തൗറാത്തിൻ്റെ ഭാഷ ഇബ്രാനി. 4 സബൂറിൻ്റെ ഭാഷ. സബൂറിൻ്റെ ഭാഷ യൂനാനി. 5 ഇഞ്ചീലിൻ്റെ ഭാഷ. ഇഞ്ചീലിൻ്റെ ഭാഷ സുരിയാനി. 6 വിശ്വസിച്ചവനാണ് സത്യവിശ്വാസി. 7 അള്ളാഹു ഇറക്കിയ ഏടുകൾ 100. 8 ഈമാൻ കാര്യങ്ങൾ 6. ഇനി അടുത്ത ചോദ്യം വായിക്കാം. പൂർത്തിയാക്കാം. അതായത് കുറച്ചവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ബാക്കി നിങ്ങളുടെ എഴുതി കൊടുക്കണം. എന്തെല്ലാമാണ് തന്നിട്ടുള്ളത് നോക്കാം. പൂർത്തിയാക്കാം എന്നുള്ള 3ാമത്തെ ചോദ്യത്തിൽ 1 സൂർ എന്ന കാലത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഡാഷ്. സൂർ എന്ന കാലത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിൻ്റെ പേര് അവിടെ എഴുതുക. 2 എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു. ആര് എന്ന് ചോദ്യം. ആരെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃക. 3 പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു ഡാഷ്. അതെഴുതുക. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു എന്താണ് എന്നെഴുതുക. 4 ഓരോ മനുഷ്യരുടെയും വലതു ഇടതു ഭാഗങ്ങളിൽ ഉള്ള മലക്കുകളാണ് ഡാഷ്. നമ്മുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തുള്ള മലക്കിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞു കേട്ടോ. വളരെ സിമ്പിളാണ്. എല്ലാവരും ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഞാനതിൻ്റെ ഉത്തരം പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവും ഇതാണ് എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. സൂർ എന്ന കാലത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. 2 എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 3 പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്നുത്തരം. പരിശുദ്ധനാണ്. 4 ഓരോ മനുഷ്യരുടെയും വലതു ഇടതു ഭാഗങ്ങളിൽ ഉള്ള മലക്കുകളാണ് റഖീബ് അതീദ് അലൈഹിസ്സലാം. വലത് ഇടതു ഭാഗങ്ങളിൽ ഉള്ള മലക്കുകളുടെ പേര് റഖീബ് അതീദ് അലൈഹിസ്സലാം. അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ്. ഉത്തരം എഴുതാം. 4ൽ 1 പിശാച് ഓടി രക്ഷപ്പെടുന്ന വീട് ഏതാണ്? ആ വീട്ടിൽ പിശാചിന്, അതായത് ശൈത്താന് നിൽക്കാൻ പേടിയാ. അവിടുന്ന് പിശാചോടി രക്ഷപ്പെടും. അങ്ങനെയുള്ളൊരു വീടുണ്ട്. ആ വീട് ഏത്? എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു. 2ാമത്തെ ചോദ്യം. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ആരാണ് ശ്രേഷ്ഠർ ഏറ്റവും മുർസലുകളിൽ എന്ന്? മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? 3
അല്ലാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിന്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകളും ഏടുകളും ഇറക്കിയത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? നമുക്ക് എന്തായാലും ഉത്തരങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് കിട്ടിയത് ഈ ഉത്തരം തന്നെയാണെന്നുണ്ടെങ്കിൽ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കറക്റ്റാക്കി. ഉത്തരം പറയാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: പിശാച് ഓടി രക്ഷപ്പെടുന്ന വീട് അൽ-ബഖറ ഓതുന്ന വീട്. അൽ-ബഖറ ഓതുന്ന വീട്ടിൽ നിന്നും പിശാച് ഓടി രക്ഷപ്പെടും. 2, മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മാണ്. ഉലുൽ അസ്മ്. 3, അല്ലാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിന്? എന്തിനാണ് അല്ലാഹു കിതാബുകളും ഏടുകളും ഇറക്കിയത്? അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി. ഇനി 5-ാമത്തെ ചോദ്യം. 2 വീതം എഴുതുക. അതായത് ഒരുപാടുണ്ടാവും, നിങ്ങൾ 2 എഴുതിയാൽ മതി, എന്നാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിട്ടോ. ഏടുകൾ ലഭിച്ച മുർസലുകൾ. മുർസലുകളിൽ ഏടുകൾ ലഭിച്ച 2 പേരെ എഴുതാനാണ് പറഞ്ഞു കേട്ടോ. 2 പേരുടെ പേര് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. അടുത്ത ചോദ്യം: അംബിയ മുർസലുകളുടെ വാജിബായ സിഫത്തുകൾ. അംബിയ മുർസലുകളുടെ വാജിബായ സിഫത്തുകൾ. അടുത്ത ചോദ്യം: അംബിയ മുർസലുകളുടെ മുസ്തഹീലായ സിഫത്തുകൾ. അംബിയ മുർസലുകളുടെ മുസ്തഹീലായ സിഫത്തുകൾ. അടുത്തത് ഈമാൻ കാര്യങ്ങൾ. 2 എഴുതിയാൽ മതി കേട്ടോ. അതിന് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിയെന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ ഉത്തരം പറയാണ്. നിങ്ങൾക്ക് കിട്ടിയതും ഇതും ശരിയാണ് എന്നൊന്ന് നോക്കിട്ടോ. ഒന്നാമത്തത്: ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഷീസ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം. ഞാൻ 4 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എഴുതിയെങ്കിൽ നിങ്ങൾ ശരി ഉത്തരമായിട്ടോ. 4 എഴുതിയാലും കുഴപ്പമില്ല. 2 എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. അടുത്തത് അംബിയ മുർസലുകളുടെ വാജിബായ സിഫത്തുകൾ. സിദ്ഖ്, അമാനത്ത്, ഫത്വാനത്ത്, തബ്ലീഗ്. 4 പറഞ്ഞു. 2 എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കായി. അടുത്തത് അംബിയ മുർസലുകളുടെ മുസ്തഹീലായ സിഫത്തുകൾ. കസിബ്, ഖിയാനത്ത്, ബലാദ, കിത്മാൻ. 4 2 എഴുതിയാൽ മതി. ഞാൻ 4 പറഞ്ഞിട്ടുണ്ട്. 2 എഴുതിയാൽ തന്നെ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിട്ടോ. കാരണം ക്വസ്റ്റ്യനിൽ 2 വീതം എഴുതാനാണ് പറഞ്ഞേ. 4 ഈമാൻ കാര്യങ്ങൾ.
6 ഈമാൻ കാര്യങ്ങളിൽ 2 എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കായി. ഞാനൊന്ന് പറയാം. നിങ്ങളിതിൽ അള്ളാഹുവിൽ വിശ്വസിക്കൽ 1, 2 അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ, 3 അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ, 4 അതെ അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ, 5 അവസാന നാളിൽ വിശ്വസിക്കൽ, 6 അതെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും പറയൂ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. ഇതിൽ 2 എഴുതിയാൽ തന്നെ നിങ്ങൾ ഫുള്ള് ശരിയായി. ഇതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ എഴുതി വെച്ചത് ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളെന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരുടെയും ഉത്തരം ഫുൾ ഞാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഫുൾ ശരിയായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ഉത്തരം കിട്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, വീണ്ടും ക്ലാസ് കേൾക്കുക. ഞാൻ ഉത്തരങ്ങൾ ഒന്നുകൂടി കാണിക്കുക, ശ്രദ്ധയോടെ വായിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ഇനിയും ഞാൻ ക്ലാസ്സുകൾ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നല്ല മക്കളാക്കട്ടെ, എല്ലാ പരീക്ഷയിലും നല്ല വിജയം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ക്ലാസ് വീണ്ടും കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.